നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പലതരത്തിലുള്ള റൈസ് റെസിപ്പീസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് കോക്കനട്ട് റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി അരിയോ അല്ലെങ്കിൽ അതിന് പകരം ജീരകശാല അരിയോ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 തവണ കഴുകി ആ സ്റ്റാർച്ചിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നവരെ കഴുകിയെടുക്കുക. അതിനുശേഷം ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. നമ്മൾ അരി കുതിരാനിടുന്നതിന് മുമ്പ് തന്നെ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുതിർന്ന ശേഷം കഴുകിയാൽ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കുതിർന്ന ശേഷം ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റി അതിലെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ ഈ റൈസിലേക്ക് വേണ്ട പ്രധാന ചേരുവയാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കുന്നത്. ഇവിടെ ഒരു വലിയ തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. അതായത് ഇത് 2 കപ്പ് തേങ്ങയുണ്ട്. ഇതിലേക്ക് ആദ്യം 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇത് അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. ഇനി ഈ തേങ്ങാപ്പീരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ കിട്ടും ഈ ഒരളവിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ മൊത്തം ഇവിടെ മീഡിയം കട്ടിയിലുള്ള 4 കപ്പ് തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരളവിലുള്ള തേങ്ങാപ്പാലാണ് ഈ 2 കപ്പ് റൈസിന് വേണ്ടത്. ഇനി ഇത് വേവിക്കാനായിട്ട് നമുക്ക് നല്ല ചൂട് കട്ടിയുള്ള ഒരു പോട്ടടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. കോക്കനട്ട് റൈസ് ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നെയ്യിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ പെരിഞ്ചീരകം, 4 ഗ്രാമ്പു, 4 ഏലക്ക. ഏലക്ക നമ്മൾ ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കുക. അപ്പോൾ അതിലെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കോളും. ഇതൊന്ന് മൂത്ത് തുടങ്ങിയാൽ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഒരു 10-12 അല്ലി ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ 2 പിടി അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നതുവരെ ഇത് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും അണ്ടിപ്പരിപ്പിൻ്റെയും കളർ മാറി വന്നവർ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാക്കി ഇട്ടിക്കോളും. ഇതിപ്പോൾ ഇവിടെ ഇത് രണ്ടും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 1 കുടം വെളുത്തുള്ളി, അതായത് ഏകദേശം 20 അല്ലി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതോടൊപ്പം തന്നെ 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഈ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അധികം ഗോൾഡൻ കളറൊന്നും ആകാൻ വെയിറ്റ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നാൽ നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് 1 മിനിറ്റോളം ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അരിയിലേക്ക് ആ നെയ്യൊക്കെ ഒന്ന് കോട്ടായി വന്നു കഴിഞ്ഞാൽ അധികം വെന്ത് കുഴഞ്ഞ് അങ്ങ് ഒട്ടിപ്പോകാതെ നമ്മുടെ റൈസ് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നല്ലൊരു തിള വരുന്നത് വരെ ഇതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കുക. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് 8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 9 മിനിറ്റ് അതിനുള്ളിൽ ഈ തേങ്ങാപ്പാലൊക്കെ വറ്റി റൈസ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ റൈസ് പാകത്തിന് വെന്ത തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ റൈസ് നമ്മൾ ഇപ്പോൾ തന്നെ ഇളക്കിയില്ല, കുറച്ച് സമയം കൂടി ഇത് മൂടി വയ്ക്കും. ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് ഇത് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ഇളക്കിയെടുത്ത് വിളമ്പാം. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറോ ഇത് ഇതുപോലെ തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ റൈസിലേക്ക് എല്ലാ ഫ്ലേവറും നന്നായിട്ട് പിടിച്ചു കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈസിന്. ഈ റൈസ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് വിളമ്പാൻ പറ്റുന്ന കറികൾ ചിക്കൻ റോസ്റ്റ്, അല്ലെങ്കിൽ മീൻ കറി, അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ, പിന്നെ ബീഫ് റോസ്റ്റ്, മുട്ടക്കറി, ഇതൊക്കെ ഇതിന് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.